ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് ബോംബെ റവയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കിപ്പോൾ ഒരു കപ്പ് പാല് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട്, അതായത് തിളച്ച പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരക്കപ്പ് റാഗി പൗഡറും അതുപോലെ തന്നെ അരക്കപ്പ് ആട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചൂട് പാല് ഒഴിച്ചിട്ടാണല്ലോ നമ്മളിത് സോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. തിളപ്പിച്ചെടുത്ത പാല് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പക്ഷേ കുറച്ച് തണിഞ്ഞ ശേഷമാണ് ഇപ്പം ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്ത് കട്ട കെട്ടാണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതിന് ശേഷമാണ് നമ്മളിപ്പോൾ നമ്മുടെ പൗഡറിൻ്റെ മിക്സിലേക്ക് നമ്മളിപ്പോൾ ഇത് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡറിലേക്ക് ഇത് ഡയറക്റ്റ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ എടുത്തു വെച്ച ഒരു കപ്പ് പാലിൽ കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറ്, അതായത് ചെറിയ ജാറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ ജാറിലാണെങ്കിൽ വലിയ ജാറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറിയ ജാറിലേക്ക് ഈ ഒരു മിക്സ് മാറ്റിയിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പം ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് മാറ്റിയിട്ട് ഞാനിപ്പോൾ 2 തവണയാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചിട്ട് നല്ലോണം നോക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ ദോശ നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിപ്പോൾ അരച്ചെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തതും കൂടി ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കട്ടിയിലാണ് ഞാനിപ്പം അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ഈ ജാറ് കഴുകിയിട്ടുള്ള ഈ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല കറക്റ്റായിട്ടുള്ള ഒരു സൈസിലുള്ള ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ദോശ ഇടാനായിട്ട് തുടങ്ങാം. ഇത് കുറേ സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. അപ്പോൾ ഇത് നല്ല നേർങ്ങനെയായിട്ട് ഞാനിത് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിന് ഒരുപാട് അങ്ങോട്ട് ചൂടാക്കാൻ പാടില്ല. അന്നേരത്ത് നമുക്കിങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എണ്ണയൊന്നും ആക്കാണ്ട് നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മേലെ കുറച്ച് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ഇടാം. അതും നന്നായിട്ട് പരത്തി കഴിഞ്ഞ ശേഷം ഇതേപോലെ എടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള റാഗി ദോശ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് മൊരിഞ്ഞെടുക്കാനാണ് ഇഷ്ടമുള്ളെങ്കിൽ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞെടുക്കാം. അല്ല സാധാരണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് പോലെ ഇഷ്ടം പോലെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മീഡിയം, ഒരുപാട് മൊരിഞ്ഞിട്ടില്ല എന്നാലും ഒരുപാട് സോഫ്റ്റായിട്ട് അതുപോലെയല്ല, അങ്ങനത്തെ രീതിയിൽ ഒരു മീഡിയം ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ദോശ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, ദോശ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ കുറച്ച് ക്രിസ്പിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് പൊരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ദോശ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
നമ്മളിപ്പോൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് തക്കാളി ചട്നി കൂട്ടിയിട്ടോ അതുപോലെ തന്നെ തേങ്ങാ ചട്നി കൂട്ടിയിട്ടോ പീനട്ട് ചട്നി കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.